ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 5ാമത്തെ പാഠമാണ്. ഭാഗങ്ങളുടെ സംഖ്യകൾ എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ വീഡിയോസ് എല്ലാം STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഗണിതത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പകുതി എന്നാൽ 2 ദോശ കഴിച്ചു കഴിഞ്ഞപ്പോൾ മിനി പറഞ്ഞു, ഇനി ഒരു മുഴുവൻ ദോശ വേണ്ടമ്മേ, പകുതി ദോശ മതി. പകുതി എന്ന് വെച്ചാൽ നമുക്ക് പകുതിയെ അര എന്നും പറയാം. അപ്പോൾ പകുതി ദോശ എന്നാൽ അരദോശ എന്നല്ലേ അർത്ഥം? അതെ. ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ ഒരു വട്ടം തന്നിട്ടുണ്ട്. ആ വട്ടത്തെ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഒരു ഭാഗം നീലയും ഒരു ഭാഗം ചുവപ്പും. വട്ടത്തിൻ്റെ പകുതി നീലയും പകുതി ചുവപ്പുമാണ്. അതായത് അരവട്ടം നീല, അരവട്ടം ചുവപ്പ്. പകുതിയെ നമ്മൾ അര എന്നും പറയുന്നില്ലേ? അതുകൊണ്ട് അരഭാഗം നീല, അരഭാഗം ചുവപ്പ് എന്ന് നമുക്ക് പറയാം. ഇനി ഈ ചിത്രത്തിൽ നോക്കൂ, ഇതൊരു വരയാണ്. ഇതിൽ പകുതി വര നീലയും പകുതി വര ചുവപ്പുമാണ് അല്ലേ? അതായത് അര എന്ന് പറയുന്നത് അര നീലയും അരഭാഗം ചുവപ്പുമാണ്. വരയുടെ നീളം 1 മീറ്റർ ആണെങ്കിലോ 1 മീറ്ററിൻ്റെ പകുതിയെ നമുക്ക് അര മീറ്റർ എന്ന് പറയാം. അപ്പോൾ അര മീറ്റർ നീലയും അര മീറ്റർ ചുവപ്പുമാണ് എന്ന് നമുക്ക് പറയാം. 1 ലിറ്റർ പാല് 2 കുട്ടികൾക്ക് ഒരുപോലെ കൊടുത്തു. ഒരാൾക്ക് എത്ര കിട്ടി? 1 ലിറ്ററിൻ്റെ പകുതി അരയാണ്. അപ്പോൾ ഒരാൾക്ക് അര ലിറ്റർ കിട്ടി എന്ന് പറയാം. ഒരേപോലെയുള്ള 2 ഭാഗങ്ങളിൽ ഒന്നാണ് പകുതി അല്ലെങ്കിൽ അര. കണക്കിൽ ഇത് എഴുതുന്നത് 1/2 എന്നാണ്. അര എന്നോ 2/1 എന്നോ നമുക്കിതിനെ വായിക്കാം. അതായത് 2/1. നമ്മൾ ഏതാണോ താഴെ എഴുതുന്നത് ആ സംഖ്യ ആദ്യം പറയണം കേട്ടോ. അപ്പോൾ മിനിക്ക് വേണ്ടത് ദോശയുടെ അരഭാഗം അഥവാ 2/1 ഭാഗമാണെന്ന് പറയാം. വട്ടത്തിൽ നീല നിറം കൊടുത്തത് അതിൻ്റെ 2/1 ഭാഗം, ചുവപ്പ് നിറം കൊടുത്തതും 2/1 ഭാഗം. 1 മീറ്ററിൻ്റെ പകുതി അതുപോലെ തന്നെ അര മീറ്റർ അല്ലെങ്കിൽ 2/1 മീറ്റർ എന്ന് നമുക്ക് പറയാം. 1 ലിറ്ററിൻ്റെ പകുതി അര ലിറ്റർ അഥവാ 2/1 ലിറ്റർ. ഇനി ഈ ചിത്രം നോക്കൂ. ഇതൊരു വട്ടമാണ്. വട്ടത്തിൽ ഒരു പകുതി ഭാഗം നീല നിറം കൊടുത്തത് കണ്ടോ? നിറം കൊടുത്തിരിക്കുന്നത് വട്ടത്തിൻ്റെ അരഭാഗമാണോ? അല്ല. കണ്ടാൽ തന്നെ അറിയാം അരഭാഗമല്ല അല്ലേ? ഇനി ഈ ചിത്രത്തിൽ നോക്കൂ. ഒരു സമചതുരത്തിൻ്റെ അരഭാഗം അഥവാ 2/1 ഭാഗം 2 രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വിലങ്ങനെയും ഒന്ന് കുറുകനെയും. ഇനി ഏതെങ്കിലും രീതിയിൽ അരഭാഗങ്ങളാക്കാമോ? ആലോചിച്ച് നോക്കൂ. നമുക്ക് ഒരു ചതുരത്തെ നേരെ ക്രോസ് ചെയ്തുകൊണ്ട് അല്ലേ, കോണോട് കോണ് ചേർത്ത് മടക്കിക്കൊണ്ട് 2 ഭാഗമാക്കാൻ പറ്റും. 2/1 ഭാഗമാക്കി മാറ്റാൻ പറ്റും. പകുതികൾ പലതരം. കടലാസിൽ ഒരു വട്ടം വരച്ച് വെട്ടിയെടുക്കുക. കൃത്യം നടുക്കുകൂടി മടക്കി വെട്ടിയെടുത്താൽ മതിയല്ലോ. 2 അരഭാഗങ്ങളായിട്ട് അപ്പോൾ ഈ കടലാസ് മാറും. അതായത് ഈ 2 ഭാഗവും എന്താണ്? അര വീതമാണ്. 2/1 ഭാഗം വീതമാണ്. ഈ കഷ്ണങ്ങൾ ഓരോന്നിനെയും വീണ്ടും കൃത്യമായി മടക്കി മുറിക്കുക. അപ്പോൾ ഈ വട്ടം 4 ഭാഗങ്ങളാകുന്നു. 4 തുല്യ ഭാഗങ്ങളാവുന്നു. ഈ കൊച്ചു കഷ്ണങ്ങളെല്ലാം വട്ടത്തെ 4 സമഭാഗങ്ങളായി മുറിച്ചതിൽ ഒരു ഭാഗമല്ലേ? അതെ. അതിനാൽ ഓരോന്നിനെയും വട്ടത്തിൻ്റെ 4/1 പറയാം. അതായത് വട്ടത്തെ 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് ഇതിൽ ഓരോ കഷ്ണങ്ങളും എന്നർത്ഥം. അതിനാൽ ഓരോന്നിനെയും വട്ടത്തിൻ്റെ 4/1 എന്ന് പറയാം. 1/4 എന്ന് എഴുതാം. ഇനി ഈ 4 ഭാഗങ്ങളുള്ളതിൽ 2 ചേർത്ത് വെച്ചാലോ? അപ്പോൾ നമുക്ക് ഈ വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ വട്ടത്തിൻ്റെ പകുതി ഭാഗമായി അല്ലേ? വട്ടത്തെ 4 സമഭാഗങ്ങളാക്കിയതിൽ 2 ചേർത്ത് വെച്ചതല്ലേ ഈ ചിത്രത്തിൽ കാണുന്നത്? അതിനാൽ വട്ടത്തിൻ്റെ 4/2 ഭാഗമെന്ന് നമുക്കിതിനെ പറയാം. 4/2 ഭാഗമെന്ന് എഴുതുകയും ചെയ്യാം. പക്ഷേ ഇത് വട്ടത്തിൻ്റെ അരഭാഗം തന്നെയാണല്ലോ. അപ്പോൾ 4/2 എന്ന് പറയുന്നതും 2/1 അഥവാ അര എന്ന് പറയുന്നതും എന്താണ്? തുല്യമാണ് എന്ന് നമുക്ക് പറയാം. അതായത് എങ്ങനെ എഴുതാം? 4/2 = 2/1. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. 1 മീറ്റർ നീളമുള്ള നാട 4 സമഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗത്തിൻ്റെയും നീളം 4/1 മീറ്റർ അല്ലേ? അല്ലെങ്കിൽ 1/4 മീറ്റർ അല്ലേ? അതാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണിച്ച് തന്നിട്ടുള്ളത്. 4 സമഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഇതിലൊരു ഭാഗം എന്ന് പറയുന്നത് 4/1 മീറ്റർ ആണ്. ഇനി ഇതിലെ 2 ഭാഗങ്ങൾ ഒന്നിച്ചെടുത്താൽ എന്തായി? ഈ 4 ഭാഗമുള്ളത് 2 ഭാഗമായി അല്ലേ? അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് 4/2 ഭാഗമായി അല്ലെങ്കിൽ 2/1 ഭാഗമായി എന്ന് നമുക്ക് പറയാം. 1 മീറ്ററിനെ 4 സമഭാഗങ്ങളാക്കിയതിൽ 2 ചേർന്നതായതിനാൽ 4/2 മീറ്റർ എന്ന് പറയാം. 1 മീറ്ററിൻ്റെ പകുതി ആയതിനാൽ നമുക്കതിനെ 2/1 അല്ലെങ്കിൽ അര മീറ്റർ എന്നും പറയാം.
ഇനി ഇതുപോലെ ഒരു ചിത്രം വരച്ച് നോക്കൂ. നമ്മൾ വരകളും വട്ടങ്ങളും എന്ന പാഠത്തിൽ കോമ്പസും സ്കെയിലും ഒക്കെ ഉപയോഗിച്ചിട്ട് സ്കെയിലില്ല, കോമ്പസും പെൻസിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചിത്രം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതുപോലെ ആദ്യം ഒരു ചിത്രം വരച്ച് നോക്കുക. ശേഷം ഇങ്ങനെ വരച്ച വൃത്തത്തിൽ നമ്മൾ 6 കുത്തുകൾ നമുക്കിടാമല്ലോ. ഈ കുത്തുകൾ എന്ത് ചെയ്യുക? കേന്ദ്രവുമായി യോജിപ്പിക്കുക. അതായത് നമുക്ക് 6 ആരങ്ങൾ വരയ്ക്കുക. ഇപ്പോൾ വട്ടം എത്ര ഭാഗമായി? 6 ഭാഗമായി അല്ലേ? ഈ 6 ഭാഗവും എന്താണ്? തുല്യമാണ്, സമഭാഗങ്ങളാണ് ആയിട്ടുള്ളത്. അതായത് ഒരു വൃത്തത്തെ തുല്യമായിട്ടുള്ള 6 ഭാഗങ്ങളാക്കി. ഈ 6 ഭാഗങ്ങൾ ഓരോന്നും വട്ടത്തിൻ്റെ എത്ര ഭാഗമാണ്? 6ൽ 1 ഭാഗമാണെന്ന് പറയാം. അതായത് 6ലെ 1 ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, 1/6 എന്ന് എഴുതാം. വട്ടത്തിൻ്റെ പകുതിക്ക് നിറം കൊടുക്കാൻ ഇനി എത്ര ഭാഗങ്ങൾ കൂടി നിറം കൊടുക്കണം? 6ൽ 1 ഭാഗമാണ് നിറം കൊടുത്തിട്ടുള്ളത്. അതിലിനി ഒരു 2 ഭാഗം കൂടെ കൊടുത്താലേ വട്ടത്തിൻ്റെ പകുതി ആവുകയുള്ളൂ. അപ്പോൾ ഇത് എത്രയായി മക്കളെ? 6ൽ 3 ഭാഗമായി, അല്ലെങ്കിൽ ഈ വൃത്തത്തിൻ്റെ 2ൽ 1 ഭാഗമായി. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 6ൽ 3 സമം 2ൽ 1 എന്ന് എഴുതാം. അപ്പോൾ ഇതും ഈ 6ൽ 3 എന്ന് പറയുന്നതും എന്താണ്? ഒരു വൃത്തത്തിൻ്റെ പകുതിയെ നമുക്ക് പറയുന്ന പേരാണ്. അപ്പോൾ നമ്മൾ 2 പഠിച്ചു. 4ൽ 2, 6ൽ 3. 1 മീറ്റർ നീളമുള്ള നാട 6ആയി മുറിച്ചതിൽ 3 ചേർത്ത് വച്ചും ഇത് കാണാം. നോക്കിക്കേ, 1 മീറ്ററിന് നമ്മൾ 6 ഭാഗങ്ങളാക്കി. അപ്പോൾ അതിലൊരു ഭാഗം എന്ന് പറയുന്നത് 6ൽ 1. ഇതിൽ പകുതി 3 ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? നിറം കൊടുത്തു. അപ്പോൾ അതെന്തായി? 6ൽ 3 ഈ 6ൽ 3 തന്നെയാണെന്ത്? 2ൽ 1 എന്ന് പറയുന്നതും. ഇനി വട്ടത്തെ 4 സമഭാഗങ്ങളാക്കി മുറിച്ചതിൽ ഓരോന്നിനെയും നടുവിൽ കൂടി മടക്കി മുറിച്ചാൽ ആകെ എത്ര ഭാഗമായി? ആകെ 8 ഭാഗമാകും. ഓരോന്നും വട്ടത്തിൻ്റെ എത്ര ഭാഗമെന്ന് പറയാം? ഓരോന്നും 8ൽ 1 ഭാഗമാണെന്ന് പറയാം. എങ്ങനെ എഴുതുക? 1/8 എന്ന് എഴുതാം അല്ലേ? ഇവയിൽ എത്ര എണ്ണം ചേർത്താൽ പകുതി വട്ടമാകും? പകുതി വട്ടം ആവണമെങ്കിൽ ദേ നോക്കിക്ക്, ഈ ഒരു ഭാഗം മുഴുവൻ ചേർക്കണം. ഇതിൽ എത്ര ഭാഗങ്ങളുണ്ട്? 1, 2, 3, 4 ഭാഗങ്ങളുണ്ടല്ലേ? അപ്പോൾ പകുതി എന്നതിനെ മറ്റൊരു വിധത്തിൽ എങ്ങനെ പറയാം? 8ൽ 4 എന്നും പറയാം. അതായത് 8ൽ 4 സമം 2ൽ 1. പകുതിയുടെ ഇതുവരെ കണ്ട രൂപങ്ങൾ ചേർത്തൊരു പട്ടികയാക്കിയാലോ? ആകെ ഭാഗങ്ങൾ, എടുക്കേണ്ട ഭാഗങ്ങൾ, പറയുന്നത്, എഴുതുന്നത് എന്നിങ്ങനെ 4 കോളങ്ങൾ തന്നിട്ടുണ്ട്. ആകെ ഭാഗങ്ങൾ 2 ആണെങ്കിൽ അതിലൊരു ഭാഗം എടുത്താൽ നമുക്കതിനെ 2ൽ 1 എന്ന് പറയാം. എഴുതുന്നത് 1/2. കണ്ടോ? ഇനി ആകെ 4 ഭാഗങ്ങളാണെങ്കിൽ അതിൽ എടുക്കേണ്ട ഭാഗം 2 ആണ്. അപ്പോൾ അതിൽ നമുക്ക് 4ൽ 2 എന്ന് പറയാം. എഴുതുന്നത് 2/4. ഇനി 6 ഭാഗങ്ങൾ എടുത്താൽ അതിൽ എടുക്കേണ്ട ഭാഗങ്ങൾ 3 ആണ്. എങ്ങനെ പറയാം? 6ൽ 3 എന്ന് പറയാം. എഴുതുന്നത് 3/6. ഇനി 8 ഭാഗങ്ങൾ ഉള്ളതിൽ ആകെ എത്ര ഭാഗം എടുക്കണം പകുതിയാവാൻ? 4 ഭാഗങ്ങൾ എടുക്കണം. അതായത് 8ൻ്റെ പകുതി 4 ഭാഗങ്ങൾ എടുക്കണം. നമുക്ക് എങ്ങനെ പറയാം? 8ൽ 4 എന്ന് പറയാം. എഴുതുന്നത് 4/8 ആണ്. വട്ടത്തെ 6ആയി ഭാഗിക്കാൻ ആദ്യം 6 കുത്തുകളിട്ടത് ഓർമ്മയില്ലേ? ഇതുപോലെ ഒരു ചിത്രം വരച്ചത് ഓർക്കുന്നില്ലേ മക്കളെ? കട്ടിക്കടലാസിൽ ഒരു വൃത്തം വരച്ച് ഈ 6 കുത്തുകൾ അടയാളപ്പെടുത്തുക. ഒന്നിടവിട്ട് കുത്തുകൾ വൃത്തത്തിൻ്റെ കേന്ദ്രവുമായി യോജിപ്പിക്കുക. വട്ടം വെട്ടിയെടുത്ത് ഈ വരകളിലൂടെ മുറിക്കുക. അതായത് നേരത്തെ നമ്മൾ 6 മുറിച്ചതിന് പകരം എന്തായി? 3 തുല്യ ഭാഗങ്ങളാക്കി ഈ വൃത്തത്തെ മുറിക്കുക. ഈ കഷ്ണങ്ങൾ ഒന്നിനു മേലെയായി ഒന്ന് വെച്ച് നോക്കൂ. എല്ലാറ്റിനും ഒരേ വലിപ്പമല്ലേ? അതെ, എല്ലാം തുല്യ ഭാഗങ്ങളാണ്. ഇവ ഓരോന്നും വട്ടത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് പറയാം? 3ൽ 1 ഭാഗമാണെന്ന് പറയാം. അതായത് വട്ടത്തെ 3 തുല്യ ഭാഗങ്ങളാണ് ആക്കിയത്. അതിൽ 1 ഭാഗമാണ്. 1 മീറ്റർ നീളമുള്ള നാട ഒരേ നീളമുള്ള 3 കഷ്ണങ്ങളായി മുറിച്ചാൽ ഓരോന്നിൻ്റെയും നീളം എത്രയാണ്? 3ൽ 1 മീറ്ററാണ്, അല്ലെങ്കിൽ 1/3 മീറ്ററാണ് അല്ലേ? നോക്കിക്കുക, അതിൻ്റെ ചിത്രീകരണം നമുക്കിവിടെ തന്നിട്ടുണ്ട്. 1 മീറ്റർ ഉള്ളത് നമ്മൾ 3 തുല്യ ഭാഗങ്ങളാക്കുന്നു. ഓരോ ഭാഗവും 3ൽ 1 മീറ്ററാണ്. ഇതുപോലെ 1 ലിറ്റർ പാല് 3 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ കിട്ടും? 1/3 ലിറ്ററാണ് കിട്ടുന്നത്. ഇനി ഈ വട്ടത്തിനെ 3ആയി മുറിച്ച കഷ്ണങ്ങളിൽ 2 മാത്രം ചേർത്ത് വെച്ചാലോ? 2 ഭാഗങ്ങൾ മാത്രം ചേർത്ത് വെച്ചാൽ നമുക്കതിനെ 3ൽ 2 എന്നെഴുതാം. വട്ടത്തെ 3 സമഭാഗങ്ങളാക്കി അതിലെ 2 ഭാഗം മാത്രം ചേർന്നതാണല്ലോ ഇത്. ഇതിനെ വട്ടത്തിൻ്റെ 3ൽ 2 ഭാഗം എന്ന് പറയാം. എഴുതുന്നത് 2/3. ഈ 2 ഭാഗങ്ങൾ 3ൽ 2 എന്നാണെങ്കിൽ മറ്റേ ഒഴിഞ്ഞ ഈ ഒരു ഭാഗം എന്താണ്? 3ൽ 1 ഭാഗമാണ്. അതായത് വട്ടത്തെ 3 മുറിച്ചു, അതിലെ 1 ഭാഗം. ഇതുപോലെ 1 മീറ്റർ നീളമുള്ള നാട 3 സമഭാഗങ്ങളാക്കിയതിൽ 2 ഭാഗം ചേർന്നത് നമുക്ക് നോക്കാം. നോക്കിക്കേ, 2 ഭാഗങ്ങൾ ചേർന്നാൽ അതിനെ 3ൽ 2 എന്ന് പറയാം. മറ്റേ ഭാഗം, അതായത് ബാക്കിയുള്ള ഭാഗം 3ൽ 1 മീറ്ററും. ഇനി നമുക്ക് സ്വന്തമായിട്ട് മറ്റു ചില കണക്കുകൾ ചെയ്ത് നോക്കാം. ഒരു ചോദ്യം നോക്കിക്കേ. ഒരു സമചതുരം വരയ്ക്കുക.
വശങ്ങൾ ഓരോന്നിനും 3 സെൻറ്റിമീറ്റർ നീളമാണുള്ളത്. ഇനി മുകളിലത്തെയും താഴത്തെയും വശങ്ങളിൽ ഇടത്തു നിന്ന് 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് കുത്തുകളിടുക. അവ യോജിപ്പിക്കുക. ചോദ്യം 1. ചെറിയ ചതുരം സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്? നോക്കിക്കുക, ഈ സമചതുരത്തെ നമുക്ക് 1 സെൻറ്റിമീറ്റർ വീതമുള്ള 3 ചെറിയ സമചതുരങ്ങളാക്കാം അല്ലേ? അപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ സമചതുരത്തിൻ്റെ 1/3 ഭാഗമാണ്. വലിയ ചതുരം 1/2 ഭാഗമാണ്. 1/1 ഭാഗത്തിന് ചുവപ്പ് നിറവും 1/2 ഭാഗത്തിന് പച്ച നിറവും കൊടുക്കുക. നോക്കിക്കുക, നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്, നിറം നൽകാൻ പറ്റുന്നത്. വേറെ ഏതെങ്കിലും രീതിയിൽ സമചതുരത്തിനെ 1/1 2/3 ഭാഗിക്കാമോ? ഭാഗിക്കാം. നമ്മളിപ്പോൾ ഈ കുറുകനെ വരച്ചിട്ടുള്ള വര നമുക്ക് നേരെ വിലങ്ങനെ വരച്ച് നോക്കാം. അപ്പോഴും എന്താണ് 3/1 3/2 നമുക്കിതുപോലെ ഭാഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കുക. അതായത് നീളം 6 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററുമാണ്. അതിൻ്റെ 1/2 ഭാഗത്തിന് പച്ച നിറവും 1/1 ഭാഗത്തിന് ചുവപ്പ് നിറവും നൽകുക. അപ്പോൾ നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ 3 സെൻറ്റിമീറ്ററിനെ 1 സെൻറ്റിമീറ്റർ വീതമുള്ള 3 ഭാഗമാക്കാം. എന്നിട്ട് ഇതിലെ 1/2 ഭാഗത്തിന് പച്ച നിറവും 1/1 ഭാഗത്തിന് ചുവപ്പ് നിറവും കൊടുക്കാം. അതല്ലെങ്കിൽ 6 സെൻറ്റിമീറ്ററിന് നമുക്ക് 2 സെൻറ്റിമീറ്റർ വീതമുള്ള 3 ഭാഗങ്ങളാക്കാം. എന്നിട്ട് ഇതിന് 1/2 പച്ച നിറവും 1/1 ചുവപ്പ് നിറവും നൽകാം. വേറെയും ഭാഗങ്ങൾ. വട്ടത്തെ 4 സമഭാഗങ്ങളാക്കിയല്ലോ. ഇവയിൽ 2 ചേർത്ത് വച്ചാൽ പകുതി വട്ടമാകുമെന്നും നമ്മൾ കണ്ടു. ഇനി 3 ഭാഗങ്ങൾ ചേർത്ത് വച്ചാലോ? ചിത്രത്തിൽ നൽകിയതുപോലെ 3 ഭാഗങ്ങൾ ചേർത്ത് വെച്ചാൽ നമുക്കതിനെ ഈ 3 ഭാഗങ്ങൾ ചേർത്ത് വെച്ചാൽ നമുക്കതിനെ 4/3 ഭാഗം എന്ന് പറയാം. അഥവാ 3/4 എന്ന് എഴുതുകയും ചെയ്യാം. ബാക്കിയുള്ള ഈ വെള്ള നിറത്തിലുള്ള ഭാഗത്തെ നമുക്ക് എത്രയാണെന്ന് പറയാം? 4/1 ഭാഗമാണ് എന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ 1 മീറ്റർ നീളമുള്ള നാട 4 സമഭാഗങ്ങളാക്കി കഷ്ണങ്ങൾ പലതരത്തിൽ ഒരുമിച്ചെടുത്താൽ കിട്ടുന്ന നീളങ്ങൾ നോക്കിക്കേ. ഓരോ നീളവും 4/1 മീറ്ററാണ്. പിന്നെ 2 വീതം ചേർത്ത് വെച്ചു. അപ്പോൾ ഓരോ ഭാഗവും 2/1 മീറ്ററായി. ഇനി 3 ഭാഗങ്ങൾ ഒരുമിച്ചെടുത്തു. അപ്പോൾ 3 ഭാഗങ്ങൾ ഒരുമിച്ചെടുത്തതിനെ നമുക്ക് 4/3 മീറ്റർ എന്നും ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തെ 4/1 മീറ്റർ എന്നും പറയാം. സാധാരണയായി 4/1 കാലെന്നും 4/3 മുക്കാൽ എന്നുമാണ് പറയുക. അതായത് ഇത് ഈ ചതുരത്തിൻ്റെ കാൽ ഭാഗമാണ്. ഇത് ഈ ചതുരത്തിൻ്റെ മുക്കാൽ ഭാഗമാണ്. മറ്റത് നമ്മൾ പഠിച്ചു ചതുരത്തിൻ്റെ അരഭാഗം. അതായത് പകുതിയെ അര എന്നാണല്ലോ പറയുക. അപ്പോൾ ഇത് അരഭാഗമാണ്. ഇനി മറ്റൊരു കണക്ക്. വട്ടത്തെ 6 സമഭാഗങ്ങളാക്കിയതിൽ 3 നിറം കൊടുത്താൽ പകുതി വട്ടത്തിന് നിറമായി. 2 മാത്രം നിറം കൊടുത്താൽ നമ്മൾ പറഞ്ഞു 6/2 ഭാഗമായി. ഇനി വട്ടത്തെ 3 ഭാഗങ്ങളാക്കിയതിൽ 1 ഈ നിറം കൊടുത്ത ഭാഗവുമായി ചേർത്ത് വെച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് അതെന്തായി? ആ ഭാഗം 3/1 ഭാഗമായി. അതായത് 6/2 എന്ന് പറയുന്നതും 3/1 എന്ന് പറയുന്നതും എന്താണ്? ഒരേ ഭാഗം തന്നെയാണ് എന്നർത്ഥം. ഇതുപോലെ തന്നെ 4 ഭാഗങ്ങൾക്ക് നിറം കൊടുത്ത് 3 ഭാഗിച്ചതിൽ 2 ഒത്തുനോക്കൂ. അതായത് 4 ഭാഗങ്ങൾക്ക് നമ്മൾ നിറം കൊടുത്തിട്ട് അതിനെ 3 ഭാഗിച്ചു. ഓരോ ഭാഗവും 2 വീതമായിട്ട് ഭാഗിച്ചു. അപ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? 3 തുല്യ ഭാഗങ്ങളാക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആദ്യത്തേത് 6/4 ഭാഗം, രണ്ടാമത്തേത് 3/2 ഭാഗം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 6/4 = 3/2 ആണ്. 1 മീറ്റർ നീളമുള്ള നാട 6 സമഭാഗങ്ങളാക്കിയ കഷ്ണങ്ങളും 3 സമഭാഗങ്ങളാക്കിയ കഷ്ണങ്ങളും പലതരത്തിൽ ഒരുമിച്ചെടുത്ത് ഒത്തുനോക്കുകയും ആകാം. നോക്കിക്കുക, നമുക്കിവിടെ 1 മീറ്റർ നീളമുള്ളൊരു നാട നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 6 തുല്യ ഭാഗങ്ങളാക്കുന്നു. അതിൽ ഓരോ ഭാഗവും എന്താണ്? 6/1 മീറ്ററാണ്. ഇനി അതിനെ 6 ഭാഗങ്ങളാക്കാതെ 3 തുല്യ ഭാഗങ്ങളാക്കുന്നു. അപ്പോൾ ഓരോ ഭാഗവും എത്രയാണ്? 3/1 മീറ്ററാണ്. 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1 ഭാഗമാണ്. ഇനി എന്ത് ചെയ്യുന്നു? 6 ഭാഗങ്ങളാക്കുന്നു. അതിനെന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് 2 ഭാഗം വേറെ എടുക്കുന്നു. ബാക്കി 4 ഭാഗം വേറെ ആക്കുന്നു. അപ്പോൾ 2 ഭാഗം എടുത്തത് എത്രയാണ്? 6/2 മീറ്ററാണ്. ഈ 6/2 ഭാഗം എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് മക്കളെ? 3/1 മീറ്റർ എന്ന് പറയുന്നതും. കണ്ടോ, രണ്ടും ഒരുപോലെ തന്നെയല്ലേ? ഇനി അടുത്തതായിട്ട് 6/4 ഭാഗം നമ്മൾ എടുക്കുന്നു. ഈ 6/4 ഭാഗം തന്നെയാണ് എന്ത്? 3/2 ഭാഗം എന്ന് പറയുന്നതും. ഭാഗങ്ങളുടെ കണക്ക് പറയാൻ ഉപയോഗിക്കുന്ന 2/1, 3/1, 3/2, 4/1, 4/3 എക്സെട്ര തുടങ്ങിയിട്ടുള്ള എന്നിങ്ങനെയുള്ള സംഖ്യകളെയെല്ലാം ഭിന്നസംഖ്യകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭിന്നസംഖ്യകളെക്കുറിച്ച് ഇതുവരെ കണ്ടത് എന്തെല്ലാമാണ്?
അര, മൂന്നിലൊന്ന്, മൂന്നിൽ രണ്ട് എന്നെല്ലാം സാധാരണ ഭാഷയിൽ പറയുന്നത് ഒരു സാധനമോ അളവോ ഒരുപോലെയുള്ള ഭാഗങ്ങളാക്കി അവയിൽ ചിലത് മാത്രം എടുക്കുമ്പോഴാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ആക്കുന്ന ഭാഗങ്ങളെല്ലാം എന്താവണം? തുല്യ ഭാഗങ്ങളാവണം, ഒരുപോലെ ഒരേ അളവിലുള്ളതാവണം. വ്യത്യസ്ത അളവിലാണെങ്കിൽ നമുക്കിതിങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ദോശ ഒരേപോലെയുള്ള 2 ഭാഗമാക്കി അതിലൊരു ഭാഗം എടുത്താൽ അരദോശ. 1 ലിറ്റർ പാൽ ഒരേപോലെയുള്ള 3 കുപ്പികളിൽ നിറച്ചാൽ ഒരു കുപ്പിയിൽ 1/3 ലിറ്റർ. 1 മീറ്റർ നീളമുള്ള നട 3ആയി മടക്കി 2 ഭാഗം ചേർത്ത് മുറിച്ചെടുത്താൽ കഷ്ണത്തിന്റെ നീളം 3/2 മീറ്റർ. ഈ ഭാഗങ്ങൾ കണക്ക് ഭാഷയിൽ പറയാനാണ് ഭിന്നസംഖ്യകൾ. അതായത് അരദോശ നമുക്ക് അരദോശ എന്നുള്ളതിന് എങ്ങനെ എഴുതിയിട്ടുള്ളത്? 2ൽ 1 ദോശ, 3ൽ 1 ലിറ്റർ, 3ൽ 2 മീറ്റർ എന്നൊക്കെ കേട്ടോ. പല രൂപത്തിലുള്ള ഭിന്നസംഖ്യകൾ ചിലപ്പോൾ ഒരേ അളവാണെന്ന് വരാം. അതായത് ഒരു ദോശ ഒരേപോലെയുള്ള 4 ഭാഗങ്ങളാക്കി 2 എടുത്താലും 2 ഭാഗങ്ങളാക്കി 1 എടുത്താലും പകുതി തന്നെയാണ്. 4 ഭാഗങ്ങളാക്കി 2 എടുക്കുക എന്ന് പറഞ്ഞാൽ 4ൽ 2, 2 ഭാഗങ്ങളാക്കി 1 എടുക്കുക എന്ന് പറഞ്ഞാൽ 2ൽ 1. അപ്പോൾ 4ൽ 2 സമം 2ൽ 1. ഇനി 1 ലിറ്റർ പാല് ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ച് 2 ഒരുമിച്ചെടുത്താലും ഒരേപോലെയുള്ള 3 കുപ്പികളിൽ നിറച്ചിട്ട് 1 എടുത്താലും 3ൽ 1 ലിറ്റർ തന്നെയാണ്. അതായത് 6ൽ 2 സമം 3ൽ 1. അതുപോലെ 1 മീറ്റർ നാട 6ആയി മടക്കി 4 ഭാഗം ചേർത്ത് മുറിച്ചെടുത്താലും 3ആയി മടക്കി 2 ഭാഗം ചേർത്ത് മുറിച്ചെടുത്താലും 3ൽ 2 മീറ്റർ തന്നെയാണ്. 6ൽ 4 സമം 3ൽ 2. ഇനി നമുക്ക് ഈ കണക്കുകൾ ചെയ്തു നോക്കാം. ചോദ്യം 1. വട്ടത്തെ 8 സമഭാഗങ്ങളാക്കിയതിൽ 2 വീതം നിറം കൊടുത്ത ചിത്രങ്ങളാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെയും നിറം കൊടുത്ത ഭാഗത്തെ 2 തരത്തിൽ വിശദീകരിക്കുക. 2 ഭിന്നസംഖ്യകളായി ചിത്രങ്ങളുടെ ചുവടെയുള്ള കളങ്ങളിൽ എഴുതുകയും വേണം. ആദ്യത്തെ ചിത്രം നോക്കൂ. 8 ഭാഗത്തിൽ 2 ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് 8ൽ 2 എന്ന് എഴുതാം. അതുപോലെ ഇതിനെ നമുക്കിതാ 2 വീതമുള്ള 4 ഭാഗങ്ങളാക്കി കൂടെ. അപ്പോൾ നമുക്കിതിനെ ഈ 4 ഭാഗങ്ങളിൽ ഒരു ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളതെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകിൽ 8ൽ 2 അല്ലെങ്കിൽ 4ൽ 1 എന്നെഴുതാം. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ 8ൽ 4 ഭാഗമാണ് നിറം കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഇതിനെ 8ൽ 4 സമം 2ൽ 1 എന്നെഴുതാം. മൂന്നാമത്തേത് 8ൽ 6 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് 8ൽ 6 എന്നെഴുതാം. അല്ലെങ്കിൽ ഇതിനെ 4 ഭാഗമാക്കിയതിൽ 3 ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. അപ്പോൾ 8ൽ 6 അല്ലെങ്കിൽ 4ൽ 3 എന്നെഴുതാം. ഇനി ചോദ്യം 2. വട്ടത്തെ 12 സമഭാഗങ്ങളാക്കിയതിൽ ചിലതിന് നിറം കൊടുത്ത ചിത്രങ്ങളാണ് ചുവടെ. ഓരോന്നിൻ്റെയും നിറം കൊടുത്ത ഭാഗത്തെ 2 തരത്തിൽ വിശദീകരിക്കുക. 2 ഭിന്നസംഖ്യകളായി ചിത്രങ്ങളുടെ ചുവടെയുള്ള കളങ്ങളിൽ എഴുതുക. ആദ്യത്തെ ചിത്രത്തിൽ 12ൽ 3 ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് 12ൽ 3 എന്നെഴുതാം. അല്ലെങ്കിലോ 4ൽ 1 എന്നെഴുതാം. അതായത് ഇതിന് 4 ഭാഗം 3 വീതമുള്ള 4 ഭാഗമാക്കിയാൽ 4ൽ 1 ആയില്ലേ. രണ്ടാമത്തെ ചിത്രത്തിൽ 12ൽ 2 ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് എന്തെഴുതാം? 2 വീതമുള്ള 6 ഭാഗങ്ങളാക്കിയ 6ൽ 1 ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളതെന്നും നമുക്ക് പറയാം. മൂന്നാമത്തെ ചിത്രത്തിൽ 12ൽ 4 ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് 12ൽ 4 എന്നെഴുതാം. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ മാറ്റാം? 4 വീതമുള്ള 3 ഭാഗങ്ങളാക്കാം അല്ലേ. അപ്പോൾ 3ൽ 1 എന്നും പറയാം. നാലാമത്തെ ചിത്രത്തിൽ 12ൽ 6 ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ പകുതി ഭാഗം, അതായത് 2ൽ 1 ഭാഗം. അടുത്ത ചിത്രത്തിൽ 12ൽ 9 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 3 വീതമുള്ള 4 ഭാഗങ്ങളാക്കി എഴുതാം. അപ്പോൾ ഇതിന് 4ൽ 3 ഭാഗമാണെന്ന് പറയാം. അവസാനത്തെ ചിത്രത്തിൽ 12ൽ 8 ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് 4 വീതമുള്ള എത്രയാക്കാം? 3 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് 3ൽ 2 ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളതെന്നും പറയാം. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമചതുരം വരച്ച് ഭാഗങ്ങളാക്കുക. ചതുരത്തിൻ്റെ 8ൽ 1 ഭാഗത്തിന് ചുവപ്പ് നിറവും 4ൽ 1 ഭാഗത്തിന് പച്ച നിറവും 2ൽ 1 ഭാഗത്തിന് നീല നിറവും കൊടുക്കുക. ആദ്യം 8ൽ 1 ഭാഗത്തിന് ചുവപ്പ് നിറമാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളത്തിന് ചുവപ്പ് നിറം കൊടുക്കുക. അതായത് ആകെ 8 കളങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൽ ഒരു കളത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ചുവപ്പ് നിറം കൊടുക്കുക. ഇനി 4ൽ 1 ഭാഗത്തിന് പച്ച നിറം കൊടുക്കുക. ഇത് 4ൽ 1 ആവുന്നത് എപ്പോഴാണ്? ഈ 2 കളങ്ങൾ വീതം വരുമ്പോഴാണ് 4ൽ 1 ഭാഗമാവുക. അപ്പോൾ ഈ 2 കളത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? പച്ച നിറം നൽകുക. ഇനി അടുത്തത് 2ൽ 1 ഭാഗത്തിന് നീല നിറം കൊടുക്കുക.
രണ്ടിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് 4 കളങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ 4 കളത്തിൽ ഒരു 4 കളത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, നീല നിറം കൊടുക്കുക. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കൂ. ഇനി നിറമില്ലാത്ത ഭാഗം ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് ചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്? അത് ചതുരത്തിൻ്റെ 8ൽ 1 ഭാഗമാണ്. ഒരു ഭാഗത്തിനല്ലേ നിറമില്ലാത്തത്, അപ്പോൾ അത് ചതുരത്തിൻ്റെ 8ൽ 1 ഭാഗമാണ്. അത് ഭിന്നസംഖ്യയായി എഴുതുക. നമുക്കറിയാം 1/8, 8ൽ 1 എന്ന് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്കറിയാം. ഇനി ഈ ചിത്രം നോക്കൂ. നമുക്കൊരു വൃത്തം ആദ്യം മുഴുവനായിട്ട് നീല നിറം കൊടുത്തിട്ട് തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് ഒരു ഭാഗം മാത്രം നീല നിറം, ബാക്കി 3 ഭാഗവും നിറമില്ല അല്ലേ? രണ്ടാമത്തെ വട്ടത്തിൻ്റെ എത്ര ഭാഗമാണ് നിറം കൊടുത്തിരിക്കുന്നത്? രണ്ടാമത്തെ വട്ടത്തെ 4 തുല്യ ഭാഗങ്ങളാക്കിയതിൽ അതിനൊരു ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4ൽ 1 ഭാഗത്തിന് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആകെ 1/4 വട്ടത്തിന് നിറം കൊടുത്തു എന്ന് പറയാം. അതായത് ഒരു മുഴുവൻ വട്ടവും രണ്ടാമത്തെ വട്ടത്തിൻ്റെ 4ൽ 1 ഭാഗവും. അപ്പോൾ 1/4. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ്? ഒരു വട്ടത്തിന് മുഴുവനായും രണ്ടാമത്തെ വട്ടത്തിന് 3ൽ 1 ഭാഗവുമാണല്ലേ? അപ്പോൾ 1/3 ഭാഗമാണ് നിറം കൊടുത്തിട്ടുള്ളത്. അതെഴുതുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. നീളങ്ങളെയും ഇങ്ങനെ കാണാം. 1 മീറ്റർ നീളമുള്ള 2 നാടകളിൽ ഒരെണ്ണവും മറ്റേ നാടയുടെ പകുതിയും ചേർത്ത് വെച്ചാൽ 1.5 മീറ്ററായി. അതായത് ഒരു നാടയുടെ മുഴുവനായിട്ട് 1 മീറ്റർ, രണ്ടാമത്തേത് പകുതി. അപ്പോൾ 1/2, 1/2. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ ചിത്രത്തിലും എത്ര വട്ടത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നതെന്ന് പറയുക, സംഖ്യയായി എഴുതുകയും വേണം. ആദ്യത്തേത് നോക്കൂ, ഒരു മുഴുവൻ വട്ടവും രണ്ടാമത്തേതിൻ്റെ 4ൽ 1 ഭാഗവും. അപ്പോൾ 1/4. രണ്ടാമത്തേത് ഒരു മുഴുവൻ വട്ടവും രണ്ടാമത്തേതിൻ്റെ 3ൽ 1 ഭാഗവും. അപ്പോൾ 1/3. മൂന്നാമത്തേത് 2 മുഴുവൻ വട്ടവും ഒരു വട്ടത്തിൻ്റെ 4ൽ 1 ഭാഗവും. അപ്പോൾ 2/4. അടുത്തത് 3 മുഴുവൻ വട്ടവും നാലാമത്തെ വട്ടത്തിൻ്റെ 6ൽ 1 ഭാഗവും. അപ്പോൾ 3/6. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഭാഗങ്ങളുടെ സംഖ്യകൾ എന്നുള്ള ഈ പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ചെറിയ പാഠമാണ്, കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. പാഠവും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്, മറ്റു വിഷയങ്ങളുടേതെല്ലാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്